യെസ്, ക്യാവിറ്റി. എന്താണ് ക്യാവിറ്റി? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ടീത്തിൽ വരുന്നതാണ് ക്യാവിറ്റി എന്ന് അറിയാം. വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ടീത്തിൽ ക്യാവിറ്റി വരിക? നോർമലി നമ്മുടെ മൗത്തിൽ എന്തുണ്ട്? നോർമൽ സാധാരണ ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ പ്രസന്റ് ആണ്. ബട്ട് നമ്മുടെ നോർമൽ ആയിട്ട് മൗത്തിൽ കാണുന്ന ബാക്ടീരിയാസ് ഇസ് നോട്ട് ഹാർംഫുൾ ഫോർ അസ്. നമുക്കത് ഒരിക്കലും ഹാർംഫുൾ ആയിട്ടുള്ള ആളുകളല്ല. പക്ഷേ നമ്മുടെ ടീത്തിൽ ക്യാവിറ്റീസ് വരുന്നുണ്ട്. വൈ? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഈവൻ ഫുഡ് കഴിച്ചതിന് ശേഷം മൗത്ത് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിട്ടില്ല എന്നുള്ള കണ്ടീഷനിൽ കഴിച്ച ഫുഡിന്റെ ആ കുഞ്ഞു കുഞ്ഞു പീസസ് ഒക്കെ നമ്മുടെ മൗത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ആ ഫുഡിലുള്ള ഗ്ലൂക്കോസ് കണ്ടന്റിനെ മൗത്തിലുള്ള ബാക്ടീരിയാസ് എന്ത് ചെയ്യുന്നുണ്ടാകും? അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ആ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് അവിടെ ആസിഡ് ഫോം ചെയ്യുന്നു. അങ്ങനെ ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു ബാക്ടീരിയാസ്. അതിന്റെ റിസൾട്ട് ആയിട്ടുണ്ടാകുന്ന ആസിഡ്സ് ആണ് നമ്മുടെ ടീത്തിൽ എന്തുണ്ടാക്കുന്നത്? ഇതുപോലെയുള്ള ക്യാവിറ്റീസ് ഉണ്ടാക്കുന്നത്. സോ പ്രോപ്പർ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ഡെയിലി ലൈഫിൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട, ഡെയിലി ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രോപ്പർ ആയിട്ട് മൗത്ത് എന്ത് ചെയ്യുക? വാട്ടർ വെച്ചിട്ട് റിൻസ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് മൗത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. രാവിലെ ആൻഡ് ഈവനിങ്, നൈറ്റിൽ നമ്മൾ സ്ലീപ്പിന് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ടാവണം? പ്രോപ്പർ ആയിട്ട് ബ്രഷും ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ടീത്ത് പ്രോപ്പർ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ക്യാവിറ്റീസും കാര്യങ്ങളും ഒന്നും വരത്തില്ല. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു ന്യൂട്ടൺസ്.